നോക്കിയിട്ട് പറയണേ. ആയിട്ടില്ലെങ്കിൽ പറയണേ. ഓക്കെ 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 ഫൈൻ. ഓക്കെ, അപ്പൊ ഒരു ഹൈ സൈക്കിൾ ഫാറ്റീഗിന്റെ എക്സാമ്പിൾസ് ആണ് നമ്മൾ ഈ കാണുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞ ഈ സ്പ്രിങ്ങിന്റെ കേസും കാര്യങ്ങളൊക്കെ. അപ്പോൾ നോർമൽ കാണുന്ന കേസുകൾ, മെജോറിറ്റി കേസ് റൊട്ടേറ്റിംഗ് ഷാഫ്റ്റിന്റെ കേസ് ഒക്കെ വരുന്നത് അണ്ടർ ഹൈ സൈക്കിൾ ഫാറ്റീഗ് ആണ്. ഓക്കെ, സോ ടു സോൾവ് സച്ച് പ്രോബ്ലംസ് വി നീഡ് സം ഡെഫിനറ്റ് മെത്തേഡ്. ഓക്കെ, ആ മെത്തേഡ്സ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഡീറ്റെയിൽ ആയിട്ട്. എങ്ങനെ നമുക്ക് ഹൈ സൈക്കിൾ ഫാറ്റീഗ് വന്നാൽ സോൾവ് ചെയ്യാം. സോ ഇത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. കാരണം എന്താ വെച്ചാൽ ഇതിന്റെ ഇപ്പം പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ റിവറ്റിന്റെ കേസും ഇതിലേക്കൊക്കെ വരുന്ന സമയത്ത്, അല്ല റിവറ്റ് അല്ല, സ്പ്രിങ്ങിന്റെ കേസ്, സ്പ്രിങ് നമ്മൾ ഹെലിക്കൽ സ്പ്രിങ് പഠിക്കാണ്ട്, സ്പ്രിങ്ങിന്റെ എല്ലാം കേസിലും ഫറ്റീഗ് ലോഡിങ് അതിൽ വരുന്ന കേസ് അടക്കം നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പൊ അത് ഇവിടെ തൊട്ട് ക്ലിയർ ആയി പോയി കഴിഞ്ഞാൽ സ്പ്രിങ്ങിന്റെ കേസ് ഒക്കെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് സോൾവ് ചെയ്ത് പോകാൻ പറ്റും. ഓക്കെ, റൈറ്റ്. സോ ദിസ് ഇസ് ഇറ്റ്. ഓക്കെ, നൗ നമുക്ക് ഇനി ഇതിനൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. ഹൈ സൈക്കിൾ ഫാറ്റീഗ് കണ്ടീഷൻ വരുമ്പോൾ നമുക്ക് അതിനെ എങ്ങനെ എങ്ങനെ സോൾവ് ചെയ്യാം, അല്ലെങ്കിൽ ആ പ്രോബ്ലത്തിന് എങ്ങനെ ടാക്കിൾ ചെയ്യാം എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, നോ നമ്മള് പിന്നെ ഓക്കെ, സോ ഫോർ ഹൈ സൈക്കിൾ ഫാറ്റീഗ് അല്ലെ. സോ ഹിയർ, so for solving high cycle fatigue, so we have a method called നമുക്ക് മൂന്ന് ഇതേപോലെ നമ്മളിപ്പോ കഴിഞ്ഞ ഫാക്ടർ തിയറീസ് ഓഫ് ഫെയിലിയറിൽ പറഞ്ഞ പോലെ തന്നെ there are 5 theories of failure അല്ലെ. അപ്പോൾ 5 ഡിഫറെന്റ് ആളുകൾ പ്രപ്പോസ് ചെയ്ത 5 തിയറീസ് ആണ്. ഓക്കെ, സിമിലർലി ഈ ഒരു കേസിലും സോൾവ് ചെയ്യാൻ വി ഹാവ് 3 മെത്തേഡ്സ്. ഓക്കെ, വൺ is Gerber parabola, Gerber method. Second one is Soderberg method, and the third one is Goodman method, ഗുഡ്മാൻസ് മെത്തേഡ്. ഓക്കെ, ഈ മൂന്ന് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു ഫറ്റീഗ് പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ സോൾവ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇത് എന്തൊക്കെയാണ് ഈ മൂന്ന് മെത്തേഡും, അല്ലെങ്കിൽ ഇതിന്റെ ബിഹൈൻഡ് കൺസെപ്റ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. നൗ നമ്മൾ ഇതുവരെ കേസിൽ ഞാൻ സ്റ്റാർട്ടിങ് നമ്മൾ ഫ്ലക്ച്വേറ്റിംഗ് ലോഡിന്റെ കേസ് പറയുന്ന സമയത്ത് ഞാൻ രണ്ട് ടേംസ് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. പറയാം, നമ്മള് ഫ്ലക്ച്വേറ്റിംഗ് കേസ് പറഞ്ഞ സമയത്ത് ഓക്കെ, ഇവിടെ രണ്ട് ടേംസ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്ന് ആംപ്ലിറ്റ്യൂഡ് സ്ട്രെസ് ആയിരുന്നു, രണ്ടാമത് മീൻ സ്ട്രെസ് ആയിരുന്നു. ഓക്കെ, സോ ഈ ആംപ്ലിറ്റ്യൂഡ് സ്ട്രെസ്സും മീൻ സ്ട്രെസ്സിനും ഒരു വലിയൊരു ഒരു റോൾ ഉണ്ട് ഈ പിന്നെ ഫറ്റീഗ് ഫെയിലിയറിന്റെ കേസിൽ. ഓക്കെ, ഒരു ഫൈനൈറ്റ് മീൻ സ്ട്രെസ് വരുന്ന കേസിൽ, അല്ലെങ്കിൽ മീൻ സ്ട്രെസ് വേരി ചെയ്യുന്നതിനനുസരിച്ചിട്ട് അവിടുത്തെ ഫ്ലക്ച്വേറ്റിംഗ് സ്ട്രെസ്സിൽ ഒരുപാട് ഡിഫറൻസ് വരും. അതുപോലെ തന്നെ നമുക്ക് കണ്ടു അല്ലെ, മീൻ സ്ട്രെസ് മാറുന്നതിനനുസരിച്ചിട്ടാണ് ഇതിന്റെ എന്ന് വെച്ചാൽ ഓരോ ഡിഫറെന്റ് കേസും നമുക്ക് മീൻ സ്ട്രെസ് ബേസ് ചെയ്ത് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. അപ്പൊ ഈ മീൻ സ്ട്രെസ് മാറുന്നതിനനുസരിച്ചിട്ട് ഇറ്റ് എഫക്ട്സ് ആംപ്ലിറ്റ്യൂഡ് സ്ട്രെസ് ആൻഡ് മീൻ സ്ട്രെസ് എഫക്ട്സ് ഫറ്റീഗ്. ഓക്കെ, സോ വിൽ ബി പ്ലോട്ടിംഗ് ഇവിടെ we will be plotting a graph based on the amplitude stress and the mean stress. നമുക്ക് നോക്കാം, ഇവിടെ ശ്രദ്ധിക്കണം. Will be plotting a graph with x axis, sorry, ഓക്കെ, അപ്പൊ മൂന്ന് മെത്തേഡ് പറഞ്ഞു. നമുക്ക് will be plotting a graph with mean stress along the x-axis, mean stress along the x-axis, and amplitude stress or the വേരിയബിൾ സ്ട്രെസ്. രണ്ട് തരത്തിലും ഇപ്പം ചില ടെക്സ്റ്റ് ബുക്കിൽ വേരിയബിൾ സ്ട്രെസ് സിഗ്മ വി എന്നാണ് കാണാം. നമ്മളിപ്പോ കുർമിയിലൊക്കെ നോക്കിയാൽ സിഗ്മ വി എന്ന് കാണാം, സിഗ്മ എ എന്നും കൊടുക്കാം. ആംപ്ലിറ്റ്യൂഡ് സ്ട്രെസ് ഓർ വേരിയബിൾ സ്ട്രെസ്. ഓക്കെ, ആംപ്ലിറ്റ്യൂഡ് സ്ട്രെസ്, ആംപ്ലിറ്റ്യൂഡ് സ്ട്രെസ് or variable stress along y-axis, variable stress along the y-axis, right? Now, okay, now see, ഇതാണ് കണ്ടീഷനെ. നമ്മൾ ഒരു നമുക്ക് റിവേഴ്സ്ഡ് കണ്ടീഷൻ എടുക്കുകയാണെങ്കിൽ ഇതാണ് എന്റെ സിഗ്മ എ ആംപ്ലിറ്റ്യൂഡ് സ്ട്രെസ്, ആൻഡ് സിഗ്മ മീൻ എന്ന് പറയുന്നത് സെൻട്രൽ ലൈൻ ആണ് അല്ലെ. സിഗ്മ മീൻ ഇവിടെ 0 ആണ്, റൈറ്റ്. ഓക്കെ, ഇതാണ് കണ്ടീഷൻ. നൗ
സി വെൻ യുവർ ആംപ്ലിറ്റ്യൂഡ് സ്ട്രെസ്, ശ്രദ്ധിക്കണം, ചോദിക്കുന്നതിന് ഉത്തരം വേണം. ഒന്ന്, സി വെൻ യുവർ, നമുക്കത് ഇത് ഈ ഒരു കണ്ടീഷൻ ബേസ് ചെയ്ത് നമ്മളിവിടെ ഗ്രാഫ് പ്ലോട്ട് ചെയ്യാൻ പോണ്. നോ, വെൻ യുവർ ആംപ്ലിറ്റ്യൂഡ് സ്ട്രെസ് ഇസ് ഈക്വൽ ടു 0, അത് എന്ത് കണ്ടീഷൻ ആയിരിക്കും? മെറ്റീരിയൽ എപ്പോ ഫെയിൽ ആവും? ഒന്ന് ഗസ് ചെയ്ത് നോക്കെ. വെൻ യുവർ ആംപ്ലിറ്റ്യൂഡ് സ്ട്രെസ് ഇസ് ഈക്വൽ ടു 0 എന്ന് വെച്ചാ ആംപ്ലിറ്റ്യൂഡ് സ്ട്രെസ്, നമ്മളിത് പിന്നെ ഫാറ്റീഗ് പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഗുഡ്ബറും ഗെർബറും അതുപോലെ പിന്നെ എന്താണ് സോഡർബർഗ് എല്ലാം കൊണ്ടുവന്ന ഒരു പ്ലോട്ടിംഗ് മെത്തേഡ് മാത്രമാണ്. ഓക്കെ, അപ്പൊ ഇവിടെ ഈ ആംപ്ലിറ്റ്യൂഡ് സ്ട്രെസ് ഇവിടെ 0 ആവുന്ന കണ്ടീഷനിൽ, അല്ലെ, ആംപ്ലിറ്റ്യൂഡ് സ്ട്രെസ് 0 ആവുന്ന കണ്ടീഷനിൽ മെറ്റീരിയൽ എങ്ങനെയായിരിക്കും ഫെയിൽ? അത് എന്ത് കണ്ടീഷനാണ്? ആംപ്ലിറ്റ്യൂഡ് സ്ട്രെസ് 0 ആണെങ്കിൽ അത് എന്ത് കണ്ടീഷൻ ആയി? ഒന്ന് ആലോചിച്ച് നോക്ക്. ആംപ്ലിറ്റ്യൂഡ് സ്ട്രെസ് 0 റിവേഴ്സ് അല്ല, സിഗ്മ എ വാല്യൂ 0 ആവാണ്. സിഗ്മ എ വാല്യൂ ഇൻഫിനിറ്റി 0 ആണെങ്കിൽ there is no സൈക്കിൾ amplitude. അപ്പൊ എന്താണ്? ഫെയിൽ ആവില്ല. ഫെയിൽ ആവില്ലേ? ഒന്ന് ആലോചിച്ച് നോക്ക്. ഇൻഫിനിറ്റി ടൈം ലോഡിംഗ് ഉണ്ട്, ബട്ട് ആംപ്ലിറ്റ്യൂഡ് സ്ട്രെസ് ഈസ് ഈക്വൽ ടു 0. സിഗ്മ എ വാല്യൂ 0 ആണ്. റിവേഴ്സ്ഡാ. അല്ല, ഈ സാധനം ഇല്ല എന്ന് പറഞ്ഞാ ഈ സ്ലോപ്പ് അങ്ങ് എന്താവും? 0 ആവും. അപ്പൊ അതെന്ത് കണ്ടീഷൻ ആവും? ഇൻഫിനിറ്റി സൈക്കിള് അല്ല റിവേഴ്സ്ഡ് സൈക്കിൾ സംഭവല്ലേ? അല്ല, ഞാൻ ഒരു കാര്യം പറയാം. നമ്മളിപ്പം പിന്നെ നമുക്ക് ബെൻഡിങ്ങോ? ഇന്നൊരിക്കലും ഒരു പ്രശ്നം, നമ്മളിപ്പോ ഒരു ഏരിയയിൽ എത്തിക്കഴിഞ്ഞാല് നമ്മൾ പിന്നെ ആ ഏരിയ റിലേറ്റ് ചെയ്ത് മാത്രമേ ചിന്തിക്കുള്ളൂ. ഒന്ന് താഴേക്കോ, ഒന്ന് സിമ്പിൾ ആയിട്ട് ചിന്തിക്കും. ഒരു ഹൈ ലെവൽ സാധനം ഒന്നല്ല ഇത്, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സാധനമാണ്, സിമ്പിൾ ആയിട്ടുള്ള ഒരു ലോജിക്കാണ്. വെൻ ആംപ്ലിറ്റ്യൂഡ് സ്ട്രെസ് ഈസ് ഈക്വൽ ടു 0, ഗ്രാഫിൽ സിഗ്മ എ 0 ആവുന്ന സമയത്ത് മെറ്റീരിയൽ എപ്പോഴാണ് ഫീൽ ആവുക? സിഗ്മ എ വാല്യൂ, ദർ ഇസ് നോ ആംപ്ലിറ്റ്യൂഡ് അൾട്ടിമേറ്റ് പോയിന്റ്. യെസ്, എക്സാക്ട്ലി, അല്ലേ? ശരിയല്ലേ? വെൻ യു സിഗ്മ എ വാല്യൂ 0 ആയി കഴിഞ്ഞാൽ എന്തായി? ഈ സംഗതി ഇവിടെ ഇല്ല, അല്ലെ? സൈൻ കർവ് അല്ല. അപ്പൊ അതെന്താണ്? സിഗ്മ ആംപ്ലിറ്റ്യൂഡ് 0 ആണെങ്കിൽ ദാറ്റ് ഇസ് എ സ്റ്റാറ്റിക് ലോഡിംഗ് കണ്ടീഷൻ. ശരിയല്ലേ? സ്റ്റാറ്റിക് ലോഡിംഗ് കണ്ടീഷൻ ആണ്, ഒരു പോയിന്റ് ലോഡ് വരുന്ന അപ്ലൈ ചെയ്യുന്ന കണ്ടീഷൻ ആണ്. അങ്ങനെ ആകുമ്പോൾ സ്റ്റാറ്റിക് ലോഡിംഗ് കണ്ടീഷനിൽ മെറ്റീരിയൽ എപ്പോഴാണ് ഫെയിൽ ആവുക? അറ്റ് അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെങ്ത്, അല്ലെ? സോ ദ മെറ്റീരിയൽ വിൽ ഫെയിൽ അറ്റ് അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെങ്ത്. നമ്മൾ രണ്ട് കണ്ടീഷൻ എടുക്കാറുണ്ട്. ചിലപ്പോൾ ഈൽഡ് ടെൻസൈൽ സ്ട്രെങ്ത്, ഇതാണ് ഡിസൈൻ സ്ട്രെസ് എന്ന് പറയുന്നത്, അല്ലെ? സോ മെറ്റീരിയൽ ക്യാൻ ഫെയിൽ അറ്റ് അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെങ്ത്. സേഫ്റ്റി പർപ്പസ് നമ്മൾ ചിലപ്പോൾ ഈൽഡ് ടെൻസൈൽ സ്ട്രെങ്ത് വരെ എടുക്കും, റൈറ്റ്? ഓക്കെ, സോ വെൻ യുവർ ആംപ്ലിറ്റ്യൂഡ് സ്ട്രെസ് ഇസ് ഈക്വൽ ടു 0, ഈ ഒരു പോയിന്റ് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് കിട്ടുന്ന പോയിന്റ് ഒന്ന് അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെങ്ത്തും രണ്ടാമത് ഈൽഡ് ടെൻസൈൽ സ്ട്രെങ്ത് ആണ്, റൈറ്റ്? ക്ലിയർ ആണോ? പറഞ്ഞ കൺസെപ്റ്റ് ക്ലിയർ ആണോ എല്ലായിരിക്കും? ഒന്ന് ഓക്കെ ആയ ഒരു കമന്റ് അടിക്കാം. ഇതൊന്ന് ക്ലിയർ ആവണം. ബേസിക് സിമ്പിൾ ആണ് ലോജിക്ക്, ഒന്ന് തെളിഞ്ഞാൽ പിന്നെ ബാക്കി സിമ്പിൾ ആണ്. ക്ലിയർ ആണോ അവസ്ഥ? ബാക്കിയുള്ളവരുടെ അവസ്ഥ എന്താ? ഒന്നുകൂടെ പറയണമെങ്കിൽ പറയാം. സീടാ ചോദിക്കുമ്പോ എല്ലാരും റിപ്ലൈ തരണേ. അത് നിങ്ങളുടെ ഇവിടെ ഒരു പ്രസൻസ് ഫീൽ ചെയ്യണമെങ്കിൽ നമുക്ക് അതിന്റെ റിപ്ലൈ വേണം. യെസ്, ഓക്കെ, ഫൈൻ. ഓക്കെ, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഇപ്പൊ ഇവിടെ ഇതാണ് പറഞ്ഞത്. So when your amplitude stress is equal to 0, the condition becomes static loading condition. Static loading condition, the material fails. Material is proposed to fail, അല്ലെ? അപ്പൊ നമുക്ക് കറക്റ്റ് അൾട്ടിമേറ്റ് പോയിന്റിൽ എത്തുമ്പോൾ മെറ്റീരിയൽ നമുക്ക് ഒരു പിന്നെ UTM യൂണിവേഴ്സൽ ടെസ്റ്റിംഗ് മെഷീനിൽ വെച്ചിട്ട് ആ മെറ്റീരിയൽ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെങ്ത്തിൽ മെറ്റീരിയൽ ഫെയിൽ ആയി തുടങ്ങും. അടുത്ത മൊമെന്റിൽ ഫ്രാക്ചർ പോയിന്റിലെത്തും അത് ഫെയിൽ ആവും, റൈറ്റ്? No, the material fails at ultimate tensile strength, right? Sigma ultimate. Okay, material failure happens at ultimate tensile strength, right? So when it is 0 and a corresponding point, ultimate tensile strength. Now, okay, now when your mean stress is 0, mean stress is 0 ആകുമ്പോൾ എന്താണ് കണ്ടീഷൻ? മീൻ സ്ട്രെസ് ആണ് 0 എങ്കിൽ വാട്ട് ഈസ് ദ കണ്ടീഷൻ? എന്താണ് ആലോചന? ഫ്ലക്ച്വേറ്റിംഗ് ആണ്. പക്ഷെ ഏതാണ്? ഞാനിവിടെ വരച്ചിട്ടുണ്ട്. എന്താണ്? സിഗ്മ മീൻ ഇസ് ഈക്വൽ ടു 0, അല്ലെ? സിഗ്മ മീൻ ഈക്വൽ ടു 0 ആവുന്ന സ്പെസിഫിക് കണ്ടീഷൻ എന്താ? റിവേഴ്സ്ഡ് സ്ട്രെസ് ആണ്, അല്ലെ? സിഗ്മ മീൻ ഇസ് ഈക്വൽ ടു 0 വരുന്ന കേസിൽ there is a reversed stress condition, right? അപ്പൊ reversed stress condition the material will fail at what point?
എപ്പോഴാണ് ഫെയിൽ ആവുക? റിവേഴ്സ്ഡ് സ്ട്രെസ് കണ്ടീഷൻ ആണ് എക്സിക്യൂട്ട് ചെയ്യുന്നതെങ്കിൽ മെറ്റീരിയൽ ഫെയിൽസ് അറ്റ് എപ്പോഴാണ് ഫെയിൽ ആവുക? റിവേഴ്സ്ഡ് സ്ട്രെസ് ആണ് കണ്ടീഷൻ എങ്കിൽ മെറ്റീരിയൽ എങ്ങനെയാണ് ഫെയിൽ ആവുക? ഫാറ്റീഗ് ആയിട്ടാണ് ഫെയിൽ ആവുക അല്ലെ? ഫാറ്റീഗ് ആയിട്ടാണ് ഫെയിൽ ആവുക. അപ്പോ സോറി, ഞാൻ ചോദിച്ച ചോദ്യത്തിൽ അപ്പൊ അവിടെ നമുക്ക് ഇവിടുത്തെ ഇമ്പോർട്ടന്റ് കാര്യം എന്ന് വെച്ചാൽ എൻഡ്യൂറൻസ് സ്ട്രെങ്ത് ആണ് ഇവിടുത്തെ ടെർമിനോളജി ഒന്ന് ചെക്ക് ചെയ്യട്ടെ. SE ആണ് ടെർമിനോളജി യൂസ് ചെയ്യുന്നത്. ആൻഡ് SE represents your endurance strength അല്ലെ? Endurance strength. Similarly, you can also call it yield tensile strength. ഇത് നമുക്ക് പിന്നെ for the purpose of defining Gerber lines ഇതൊക്കെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് അവിടെ yield tensile strength എന്ന പോയിന്റ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. റൈറ്റ്. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മളൊരു ഈ ഒരു പുതിയൊരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. വി ആർ ആക്ച്വലി മേക്കിംഗ് എ ഗ്രാഫ് വിത്ത് ആംപ്ലിറ്റ്യൂഡ് സ്ട്രെസ്. ഓക്കെ, സിഗ്മ എ വേഴ്സസ് സിഗ്മ ആംപ്ലിറ്റ്യൂഡ് സ്ട്രെസ് വേഴ്സസ് സിഗ്മ മീൻ ഗ്രാഫ് ആണ് പ്ലോട്ട് ചെയ്യുന്നത് ടു ഡിഫൈൻ ദ മെത്തേഡ് ഫോർ സോൾവിങ് ഹൈ സൈക്കിൾ ഫാറ്റിക്. റൈറ്റ്. അപ്പൊ അതില് സിഗ്മ എ is along the y-axis and sigma mean is along the x-axis. Right. Now, this is the basic concept of when your sigma a value is 0, static condition case ultimate tensile strength the material will fail. Okay. Material അടുത്തൊരു property yield tensile strength ആണ്. ആ strength കൂടെ ഞാനിവിടെ plot ചെയ്തു. Right. Now, when the mean stress is 0, ആകുമ്പോൾ that condition is actually the mean stress when it is 0, that condition is actually fatigue condition. Fatigue condition safe limit എന്ന് പറയുന്നത് endurance limit ആണ്. അതേപോലെ മെറ്റീരിയൽ ഒരു yield tensile strength ഉണ്ട്. റൈറ്റ്. അപ്പൊ നമ്മൾ രണ്ട് എൻഡ് കണ്ടീഷനിലെ ഫെയിലിയർ ക്രൈറ്റീരിയ നമ്മളിവിടെ ഡിഫൈൻ ചെയ്ത് വെച്ചു. ഓക്കെ. അപ്പോ പക്ഷെ എല്ലാ കേസിലും സിഗ്മ മീൻ വാല്യൂ 0 അല്ല അല്ലെ? നമുക്ക് നമ്മൾ ഓൾറെഡി നോക്കിയിട്ടുണ്ട് ഫാറ്റിക് സ്ട്രെസ് പല രീതിയിൽ സംഭവിക്കുന്നതാ. ഇങ്ങനെ ഫ്ലക്ച്വേറ്റിംഗ് സ്ട്രെസ് ഉണ്ടാവാം. റൈറ്റ്. അപ്പൊ പല കേസുകളുണ്ടാവും. അപ്പൊ എല്ലാ കേസിലും സിഗ്മ മീൻ വാല്യൂ 0 അല്ല. നമ്മൾ അടുത്ത കണ്ടീഷൻ എന്താ, ഇങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ട്. റൈറ്റ്. ഇവിടെ ഒന്നും സിഗ്മ മീൻ വാല്യൂ 0 അല്ല. അപ്പൊ ഈ എല്ലാ കണ്ടീഷൻ വന്നാലും, അപ്പൊ എല്ലാ ടൈപ്പ് ഫ്ലക്ച്വേറ്റിംഗ് സ്ട്രെസിന്റെ കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ യു ഷുഡ് ബി ഇൻ എ പൊസിഷൻ ടു സേ വെൻ ഇറ്റ് ഫെയിൽസ് അല്ലെ? എപ്പോഴാണ് ഇത് ഫെയിൽ ആവുക, നമുക്ക് എങ്ങനെയാണ് നമ്മൾ ഇതിന്റെ ഒരു ഡയമെൻഷൻ ഡിഫൈൻ ചെയ്യുക കൺസിഡറിങ് ദ ഫാറ്റിക് കണ്ടീഷൻസ് അല്ലെ? അപ്പൊ ഒരു ഫാറ്റിക് പ്രോബ്ലം സോൾവ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇൻ ബിറ്റ്വീൻ ഈ രണ്ടും വരുന്ന കേസിൽ, ഒരു ഫൈനൈറ്റ് മീൻ വാല്യൂ വരുന്ന കേസിലും നമുക്ക് ഇത് എങ്ങനെ സോൾവ് ചെയ്യണമെന്ന് അറിയണം അല്ലെ? സോ ദാറ്റ് മീൻസ് whenever a problem is having sigma amplitude ഒരു ഫൈനൈറ്റ് വാല്യൂയും അതുപോലെ മീനിന് ഒരു ഫൈനൈറ്റ് വാല്യൂ ഉണ്ടാവുന്ന കേസിൽ എന്ത് വേണം? യു ഷുഡ് ബി ഇൻ എ പൊസിഷൻ ടു സോൾവ് ദ പ്രോബ്ലം. റൈറ്റ്. നൗ, അപ്പൊ അങ്ങനെ ഈ ഒരു കേസിലും ഇപ്പൊ നമ്മൾ കഴിഞ്ഞ കേസ് ചെയ്ത പോലെ തന്നെ നമ്പർ ഓഫ് എക്സ്പെരിമെന്റ്സ് ഈ ഒരു കേസിലും പ്ലോട്ട് ചെയ്ത് നോക്കി. ഓക്കെ. സി എങ്ങനെ വെച്ചാല് വിത്ത് ഹാവിംഗ് എ മീൻ സിഗ്മ മീൻ വാല്യൂ സംവർ ഹിയർ. ഓക്കെ. 0 അല്ലാതെ ഒരു ഫൈനൈറ്റ് മീൻ വാല്യൂ വരുന്ന കേസ്, ഫോർ എക്സാമ്പിൾ ഇതുപോലെ ഒരു കണ്ടീഷൻ എടുത്തു, ഒരു ഫ്ലക്ച്വേറ്റിംഗ് സ്ട്രെസ് കണ്ടീഷൻ എടുക്കുകയാണ് വിത്ത് എ ഫൈനൈറ്റ് മീൻ വാല്യൂ. ഓക്കെ. ഇവിടെ ഒരു ഫൈനൈറ്റ് സിഗ്മ മീൻ വാല്യൂ വരും, അതിനൊരു ആംപ്ലിറ്റ്യൂഡ് സ്ട്രെസ് സിഗ്മ എ വരും. ഓക്കെ. അങ്ങനെ ഒരു കണ്ടീഷൻ എടുത്ത് നോക്കി, ഒരു മീൻ വാല്യൂ വരുന്ന കണ്ടീഷൻ നോക്കി. ആൻഡ് വെൻ ദ ടെസ്റ്റഡ് ദ ഫൗണ്ട് ദാറ്റ് the material is failing somewhere here. Okay, some point somewhere here. Okay. Now, similarly, at different points, different mean value they tested and found failure points, different failure points. Okay. അങ്ങനെ multiple times ഈ experiment conduct ചെയ്ത് graphically അത് plot ചെയ്ത് കഴിഞ്ഞപ്പോൾ they got a result something like this. Okay. So this is the result and these are the failure points. Okay. So when there is a finite mean value and there is a finite amplitude value, the different failure points was found to be somewhere around here. See, ഇതുപോലെ അങ്ങനെ ഡിഫറെന്റ് ഒരുപാട് ഫെയിലിയർ പോയിന്റ്സ് അവർക്ക് കിട്ടി. ഓക്കെ. ആൻഡ് അപ്പൊ ഈ റിസൾട്ട് ബേസ് ചെയ്തിട്ടാണ് ഈ 3 ഡിഫറെന്റ് ആളുകൾ, ആരൊക്കെ, ഈ ഗേബർ എന്ന് പറയുന്ന ആളും ഗുഡ്മാൻ എന്ന് പറയുന്ന ആളും സോഡർബർഗും ഡിഫറെന്റ് പിന്നെ സൊല്യൂഷൻസ് ആയിട്ട് വന്നത്. ഇത് എങ്ങനെ സോൾവ് ചെയ്യാന്നുള്ള ഡിഫറെന്റ് സൊല്യൂഷൻസ് ആയിട്ട് വന്നത്. ഓക്കെ. അപ്പൊ എന്ത് ചെയ്യുന്ന വെച്ചാല് ഗർബർ എന്ത് ചെയ്തെന്ന് വെച്ചാല് ഈ ഡിഫറെന്റ് പ്ലോട്ട് നോക്കി. അപ്പൊ പ്ലോട്ടിൽ ഡിഫറെന്റ് ഫെയിലിയർ പോയിന്റ്സ് ഉണ്ട്. പുള്ളി എന്ത് ചെയ്യുന്ന വെച്ചാല് ഈ ഫെയിലിയർ പോയിന്റ്സ് ഒന്നും അകത്ത് വരാത്ത രീതിയിൽ പുള്ളി ഒരു പാരബോള അങ്ങ് പ്ലോട്ട് ചെയ്തു. ഓക്കെ. ഒരു കർവ്. സി, നമുക്കൊരു ഗ്രാഫ് കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ബോർഡറിലൂടെ ഇങ്ങനെ ഒരു ബോർഡർ ലൈൻ അങ്ങ് വരച്ചു കൊടുക്കുകയാണെങ്കിൽ, സി ഒരു സംവേർ ഒരു ആവറേജ് ആയിട്ടുള്ള ഒരു ബോർഡർ ലൈൻ ഹി പ്ലോട്ടഡ് ആൻഡ് ദാറ്റ് വാസ് എ പാരബോള. ഓക്കെ. ഒരു പാരബോള പ്ലോട്ട് ചെയ്തു. See, this is actually Gerber line എന്ന് പറഞ്ഞാൽ it is nothing but Gerber parabola. Okay. പുള്ളി ഒരു Gerber parabola plot ചെയ്ത് നോക്കി. Okay. And he said that every point, whichever point which is coming inside his parabola are safe. Okay. നമ്മൾ ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ whichever points are coming inside the parabola are safe. Okay. No, അതേ സമയത്ത് ഗുഡ്മാൻ ഇതിനൊന്ന് അനലൈസ് ചെയ്തപ്പോൾ ഗുഡ്മാൻ മനസ്സിലായ കാര്യം എന്ന് വെച്ചാൽ കർവ് ആകുമ്പോൾ again there is a possibility that some of the points might be inside. അല്ലെ?
അപ്പൊ അതുകൊണ്ട് ഗുഡ്മാൻ എന്ത് പറഞ്ഞു വെച്ചാല് if you plot a line connecting endurance strength and ultimate tensile strength, അതെന്താന്ന് വെച്ചാൽ ഇത് ഈ endurance strengthും ultimate tensile strengthും ബേസ് ചെയ്ത് ഒരു ലൈൻ അങ്ങ് പ്ലോട്ട് ചെയ്താ ഇതുപോലെ ഗുഡ്മാൻ ചെയ്തൊരു പരിപാടി. സോ ഇങ്ങനെയാണ് നമ്മൾ പോയിന്റ്സ് വരുന്നത്. ഒരുപാട് പോയിന്റ് ഇങ്ങനെ വന്നു, ഡിഫറെന്റ് ഒരുപാട് എക്സ്പെരിമെന്റ് ചെയ്തപ്പോൾ അതുപോലെ ഒരുപാട് പോയിന്റ് വന്നു. അപ്പോ ഗർബർ എന്ത് ചെയ്യുന്ന വെച്ചാൽ നേരെ സിമ്പിൾ ആയിട്ട് ഒരു കേവ് അങ്ങ് പ്ലോട്ട് ചെയ്ത്, ഒരു പാരബോളിക് കേവ് പ്ലോട്ട് ചെയ്ത് പറഞ്ഞു ഇതിന്റെ പുറത്ത് വരുന്നതൊക്കെ ഫെയിലിയർ പോയിന്റ്സ് ആണ്, ഇതിന്റെ അകത്ത് വരുന്നതെല്ലാം പിന്നെ സേഫ് ആണെന്ന് പറഞ്ഞു. ഓക്കെ, അതേ സമയത്ത് ഗുഡ്മാൻ എന്ത് പറഞ്ഞു വെച്ചാൽ ഈ എൻഡ്യൂറൻസ് സ്ട്രെങ്ത്തും സോറി ഒന്നുകൂടെ സേഫ്റ്റി ലെവൽ ഒന്ന് കുറച്ചുകൂടെ കൂട്ടുപോയത്. ഓക്കെ, അപ്പൊ ഫെയിലിയർ ആവാനുള്ള ക്രൈറ്റീരിയ കുറച്ചുകൂടെ കുറക്കാന്ന് വിചാരിച്ചിട്ട് പുള്ളി എന്ത് ചെയ്യുന്ന വെച്ചാൽ ഹി ജോയിൻഡ് ദ ലൈൻ കണക്ടിങ് എൻഡ്യൂറൻസ് സ്ട്രെങ്ത് and ultimate tensile strength. Okay, and he said that all the point which is coming inside this straight line are safe, and all those points which are coming outside are not safe. Okay, അപ്പൊ ഇതാണ് ഗുഡ്മാൻ പറഞ്ഞ കാര്യം. ഓക്കെ, നല്ല മനുഷ്യൻ ഇതാണ് പറഞ്ഞത്, ഗുഡ്മാൻ. ഓക്കെ, ഗുഡ്മാൻസ് ലൈൻ എന്ന് പറയും. ഓക്കെ, രണ്ടാമത് ഇത് ഗേബർ പാരബോള. സിമിലർലി അപ്പൊ അടുത്ത ആള് വന്നു. അടുത്ത ആള് ഒന്നുകൂടി ഇതിനെ സേഫ് ആക്കാന്ന് വിചാരിച്ചിട്ട് പുള്ളി എന്ത് പറഞ്ഞു വെച്ചാല് അടുത്ത ആള് സോഡർബർഗ് ആയിരുന്നു. സോഡർബർഗ് വന്നിട്ട് പറഞ്ഞു അങ്ങനെയല്ല, എൻഡ്യൂറൻസ് സ്ട്രെങ്ത്തും ഈൽഡ് സ്ട്രെങ്ത്തും കൂടെ കണക്ട് ചെയ്താൽ അതിന്റെ അകത്തുള്ള പോയിന്റ്സ് ഒക്കെയാണ് സേഫ് എന്ന് പറഞ്ഞു. ഓക്കെ, ഇതിന്റെ അകത്തുള്ള പോയിന്റ്സ് ഒക്കെയാണ് സേഫ്, ഇതിന്റെ പുറത്തുള്ളതൊന്നും സേഫ് അല്ല എന്ന് സോഡർബർഗും പറഞ്ഞു. ഓക്കെ, അങ്ങനെയാണ് 3 ഡിഫറെന്റ് ടെക്നിക്സ് വന്നത്. ഓക്കെ, സോഡർബർഗ്സ് ലൈൻ. ഓക്കെ, അങ്ങനെയാണ് 3 ഡിഫറെന്റ് മെത്തേഡ്സ് വന്നത് ടു സോൾവ് ദിസ് പ്രോബ്ലം. ഓക്കെ, നമുക്ക് ഇതിനെ 1 by 1 ആയിട്ട് നോക്കാം. ഇതുവരെ ക്ലിയർ അല്ലേ? അല്ലേ? റൈറ്റ്. അപ്പൊ നമുക്ക് ഇനി ക്രൈറ്റീരിയ 1 by 1 ആയിട്ട് നോക്കാം. നമുക്കിവിടെ ഗുഡ്മാൻസ് മെത്തേഡ് വെച്ചിട്ട് തുടങ്ങാം. ഓക്കെ, സോ വി നീഡ് സം സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ടു സോൾവ് അല്ലെ. നമുക്ക് ഓരോ തവണ ഇത് നോക്കിയിട്ട് ഗ്രാഫ് പോയിട്ട് തപ്പി നോക്കുകയല്ല വേണ്ടത് അല്ലെ. പകരം നമുക്കൊരു സ്റ്റാൻഡേർഡ് ഇക്വേഷൻ വേണം, അതിൽ ഇട്ടാലേ നമുക്ക് ഡയറക്റ്റ് സോൾവ് ചെയ്യാൻ പറ്റണം അല്ലെ. സോ ഗുഡ്മാൻ എന്ത് പറഞ്ഞു വെച്ചാൽ ഗുഡ്മാൻ ഒരു വരക്ക് മാത്രമല്ല ചെയ്തേ. സി, when you plot a line, now there is a standard equation for this line. Okay, so the equation is something like this. For Goodman's criterion or Goodman's line, there is an equation. അല്ലെ, നമുക്ക് ഇതുപോലെ ഒരു ഇന്റർസെപ്റ്റ് വന്നു കഴിഞ്ഞാൽ ഈ ലൈനിന് നമുക്ക് ഇങ്ങനെ പറയാം, യു സിഗ്മ മീൻ ബൈ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ സിഗ്മ മീൻ ബൈ എന്താ പറയാ, സിഗ്മ മീൻ ബൈ ഗുഡ്മാൻ കണക്ട് ചെയ്തത് എൻഡ്യൂറൻസ് സ്ട്രെങ്തും അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെങ്ത് ആണ് അല്ലെ. സോ അലോങ് എക്സ് ആക്സിസ് യു ഹാവ് സിഗ്മ മീൻ, സിഗ്മ മീൻ ബൈ അതിന്റെ ഇന്റർസെപ്റ്റ് അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെങ്ത് പ്ലസ് സിഗ്മ ആംപ്ലിറ്റ്യൂഡ് ബൈ എൻഡ്യൂറൻസ് സ്ട്രെങ്ത് അല്ലെ. ഇറ്റ് ഇസ് കണക്ടിങ് ദീസ് 2 പോയിന്റ്സ്. ഇതാണ് രണ്ട് ഇന്റർസെപ്റ്റ്. സിഗ്മ ആംപ്ലിറ്റ്യൂഡിന്റെ ഇന്റർസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എൻഡ്യൂറൻസ് സ്ട്രെങ്ത് ആണ് അല്ലെ. സോ സിഗ്മ മീൻ ബൈ സിഗ്മ അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെങ്ത് പ്ലസ് ആംപ്ലിറ്റ്യൂഡ് ബൈ എൻഡ്യൂറൻസ് സ്ട്രെങ്ത് is equal to 1 is the equation for this one. Right, now for getting the cross section അല്ലെങ്കിൽ for getting the dimensions നമുക്ക് ഒരു ഫാക്ടർ സേഫ്റ്റി നമ്മൾ എപ്പോഴും കൊടുക്കും അല്ലെ. for finding dimension എന്ത് ചെയ്യാം, your sigma mean by ultimate tensile strength plus sigma amplitude by endurance strength is equal to 1 by factor safety. Now this is the Goodman's equation. Okay, Goodman's equation. Right, so all you have to do is to find പ്രോബ്ലം ചെയ്യുമ്പോൾ ക്ലിയർ ആവും കേട്ടോ. നിങ്ങളത് ഇത് എങ്ങനെയാണ് ഇത് വരുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം ഇങ്ങനെ ഇത് എക്സ്പ്ലനേഷൻ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് ഓരോ കേസും നോക്കി അത് പിന്നെ ഈ പോയിന്റിൽ വരുന്നുണ്ടോ എന്ന് ഗ്രാഫിൽ ചെക്ക് ചെയ്യുക, അങ്ങനെയൊന്നും വേണ്ട. ഡയറക്റ്റ് യു ക്യാൻ ഫൈൻഡ് ദ ഡയമെൻഷൻ ഡയറക്ട്ലി യൂസിങ് ദിസ് ഇക്വേഷൻ. ഓക്കെ, ഈ ഇക്വേഷൻ എങ്ങനെ വന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്രാഫിലേക്ക് വന്നത്. റൈറ്റ്, now see this equation is actually, so the equation for the Gerber line, so for the Goodman's lines is equal to, നമുക്ക് ഇക്വേഷൻ പ്ലോട്ട് ചെയ്യാൻ വളരെ സിമ്പിൾ ആണ്. mean value sigma mean by ultimate tensile strength plus sigma amplitude by endurance strength is equal to 1 divided by factor safety. Okay, പക്ഷെ ഇവിടെ നമ്മളിപ്പോ ഇവിടെ
ഈ ഒരു ഇക്വേഷൻ പ്ലോട്ട് ചെയ്ത് ഡയറക്ട്ലി ഫ്രം ദ ഗ്രാഫ് ആണ്. നമുക്ക് വേറെ ക്രൈറ്റീരിയൻസ് ഒന്നും നമ്മളിവിടെ കൺസിഡർ ചെയ്തിട്ടില്ല. ഓക്കെ, ബട്ട് ആക്ച്വലി സ്പീക്കിംഗ് യു ഹാവ് ടു കൺസിഡർ ദ സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടർ ആസ് വെൽ. ഓക്കെ, സോ ഓൺ കൺസിഡറിങ് സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടർ the equation changes as. കാരണം ഒരു മെറ്റീരിയൽ ഫെയിൽ ആവുന്നത് നമുക്കറിയാം, ഒരു ഫറ്റീഗ് ഫെയിലിയർ സംഭവിക്കുന്നത് ഇനീഷ്യലി ഒരു ക്രാക്ക് ഫോം ചെയ്യും. ഈ ക്രാക്കിൽ സ്ട്രെസ് കോൺസെൻട്രേഷൻ വന്ന് ഈ ക്രാക്ക് എൻലാർജ് ചെയ്തിട്ടാണ് ഒരു മെറ്റീരിയൽ ഫെയിൽ ആവുന്നത്. ഓക്കെ, സോ ഓൺ കൺസിഡറിങ് ദി സ്ട്രെസ് കോൺസെൻട്രേഷൻ യു ഹാവ് ടു ആഡ് ദി സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടർ ആസ് വെൽ. അങ്ങനെ your equation changes to sigma mean by ultimate tensile strength plus sigma amplitude by endurance strength into the factor for stress concentration. കാരണം സ്ട്രെസ് കോൺസെൻട്രേഷൻ വരുന്നത് is due to fatigue കൊണ്ടാണ് സ്ട്രെസ് കോൺസെൻട്രേഷൻ വരുന്നത്. അപ്പോൾ endurance strength ന്റെ കേസിൽ you have to multiply it with a constant which is kf, okay, is equal to 1 by factor of safety. So this is a equation after considering the stress concentration factor. Okay, where kf represents the fatigue stress concentration factor. ബാക്കി എല്ലാ വാല്യൂസും നമുക്കറിയാം, right? Now again ഞാൻ വേറൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. Your endurance limit also depends upon the shape of the material, size of the material, node sensitivity, temperature. അല്ലെ, ഈ 4 ഫാക്ടേഴ്സിനെയും കൂടെ സ്ട്രെസ് കോൺസെൻട്രേഷൻ ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, സോ upon considering all those factors your equation will again change. Okay, so on considering other factors like size, shape, temperature and node sensitivity, the equation changes as that is equal to എങ്ങനെയാവുന്ന വെച്ചാൽ that is equal to 1 by factor of safety is equal to again first part വേറെ ചേഞ്ച് ഒന്നും വരില്ല, ultimate tensile strength plus sigma amplitude into നമ്മളിവിടെ ഒരു കോൺസ്റ്റന്റ് kf ആയിരുന്നു into endurance strength into 3 factors kb into k surrounding into KSE. Okay, there are 3 different constants where your kb is the load factor for reversed bending. Okay, SZ. Okay, so kb is actually load factor for reversed load. Okay, load factor for reversed load, and your KSUR is a load factor for surface finish factor. Okay, surface finish factor, and the third term KSZ is the size factor. Okay, so this is your final equation of Goodman's line. Okay, Goodman's line to final equation ഇതാണ്, റൈറ്റ്? ഈ ഇക്വേഷൻ കണ്ടിട്ട് പഠിക്കണം. ഈ ഇക്വേഷൻ ഡാറ്റാ ബുക്കിലുണ്ട്, നിങ്ങൾക്ക് ഡയറക്റ്റ് ഡാറ്റാ ബുക്കിൽ നിന്ന് എടുത്താൽ മതി. കോൺസ്റ്റന്റ് വാല്യൂസ് ഒക്കെ നമുക്ക് ഡാറ്റാ ബുക്കിൽ നിന്ന്, ഇപ്പം ചില ക്വസ്റ്റനിൽ കോൺസ്റ്റന്റ് വാല്യൂസ് നമ്മൾ എടുക്കാൻ പറയും. അങ്ങനത്തെ കേസിൽ കോൺസ്റ്റന്റ് വാല്യൂസ് എടുക്കാം, അതല്ലാത്ത കേസും ഉണ്ടാവും, റൈറ്റ്? ഓക്കെ, അതൊക്കെ നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ബേസിക് ആയിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് എങ്ങനെയാണ് ഈ പാരബോള അല്ലെങ്കിൽ ഈ ലൈൻസ് വന്നത് എന്നുള്ള കേസാണ്. ഓക്കെ, സിമിലർലി യു ക്യാൻ ഓൾസോ നോട്ട് ദ ബേസിക് ഇക്വേഷൻ ഫോർ ദ സോഡർബർഗ് ലൈൻ. ഓക്കെ, അപ്പോൾ ഗുഡ്മാൻസ് ലൈനിന്റെ കേസിൽ പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, സോഡർബർഗ് ലൈനിന്റെ ഇക്വേഷൻ കൂടെ എഴുതാം. സോഡർബർഗ് ലൈൻ എന്തായിരിക്കും ഇക്വേഷൻ? ഒന്ന് ഗസ് ചെയ്ത് പറഞ്ഞേ, എന്തായിരിക്കും? സോഡർബർഗ് ഇക്വേഷൻ ഈസ് ആക്ച്വലി കണക്ടിങ് എൻഡ്യൂറൻസ് സ്ട്രെങ്ത് ആൻഡ് ഈൽഡ് ടെൻസൈൽ സ്ട്രെങ്ത്. എങ്ങനെയായിരിക്കും ഇക്വേഷൻ വരിക? ബൈ നെഗ്ലക്ട് നമുക്ക് സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടർ ഒക്കെ നെഗ്ലക്ട് ചെയ്തിട്ട് ഇക്വേഷൻ എങ്ങനെയാണ് വരിക? sigma m divided by sigma m divided by ultimate ആണോ yield ആണോ? yield ആയിരിക്കുമല്ലോ. It is connecting yield അല്ലെ, എന്നുവെച്ചാൽ x ആക്സിസിന്റെ ഡിവൈഡഡ് ബൈ അതിന്റെ ഇന്റർസെപ്റ്റ് അല്ലെ, പ്ലസ് ഇത് വരും സിഗ്മ amplitude divided by endurance limit. Yes, endurance strength is equal to 1 is the standard equation. To find the dimension of factor of safety 1 by factor of safety. This is the standard equation. Now ഈ equation അകത്തും എന്തൊക്കെ വരും? ഈ എല്ലാ കണ്ടീഷൻസ് വരും. സോ ഫൈനൽ ഇക്വേഷനിൽ ഇതാ ഇത്രയും ടെർമിനോളജീസും കൂടെ യു ക്യാൻ ആഡ് ഇറ്റ്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അതാണ് രണ്ടാമത്തെ കേസ്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് ഡേ നോക്കാം.
സിമിലർലി ഗർഭർ പാരബോളന്റെ പാരബോളിക് ഒരു ഇക്വേഷൻ കൂടെ വരും. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രോബ്ലം പെർസ്പെക്റ്റീവിൽ ഞാൻ പറയുകയാണെങ്കിൽ നമുക്കൊരു പ്രോബ്ലം ഇതിന്റെ ഗുഡ് ബാൻസ് ബേസ് ചെയ്തിട്ട് നമുക്ക് സോൾവ് ചെയ്യണമെങ്കിൽ ഓൾ യു നീഡ് ഈസ് എ മീൻ സ്ട്രെസ്, ആംപ്ലിറ്റ്യൂഡ് സ്ട്രെസ് വേണം, അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെങ്ത് വേണം, എൻഡ്യൂറൻസ് ലിമിറ്റ് വേണം, പിന്നെ ഫാക്ടർ വേണം, ബാക്കിയുള്ള ഫാക്ടേഴ്സ് ഒക്കെ വേണം. ഓക്കെ, സോ മെയിൻ കാര്യങ്ങൾ ഇവിടെ വേണ്ടത് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ നമുക്ക് മീൻ സ്ട്രെസ് വാല്യൂ അറിയണം, ആംപ്ലിറ്റ്യൂഡ് സ്ട്രെസ് അറിയണം, അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെങ്ത്, എൻഡ്യൂറൻസ് ലിമിറ്റ് വരണം അല്ലെ. ഇതിൽ അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെങ്ത്, എൻഡ്യൂറൻസ് ലിമിറ്റ് ഒക്കെ നമുക്ക് ക്വസ്റ്റിനിൽ തരുന്ന ഗിവൺ ഡാറ്റാസ് ആണ്. ഓൾ യു ഹാവ് ടു ഫൈൻഡ് ഈസ് ദ മീൻ സ്ട്രെസ് ആൻഡ് ആംപ്ലിറ്റ്യൂഡ് സ്ട്രെസ്. മീൻ സ്ട്രെസ്സും ആംപ്ലിറ്റ്യൂഡ് സ്ട്രെസ്സും എങ്ങനെ കണ്ടുപിടിക്കാം? മീൻ സ്ട്രെസ് നമുക്ക് സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഉണ്ട്, എന്താണ് 1/2 into sigma maximum plus sigma minimum. Okay, maximum and minimum given ആണെങ്കിൽ you can directly find the value, right? Maximum and minimum values നമുക്ക് തന്നിട്ടുണ്ടാവും. കാരണം നമുക്ക് തരുന്ന വാല്യൂസ് it is fluctuating stress is fluctuating between the maximum value തരും, minimum value തരും. ഓക്കെ, അപ്പൊ ആ രണ്ട് വാല്യൂസ് ആണ് നമ്മൾ ക്വസ്റ്റ്യനിലെ ഗിവൺ ഡാറ്റാസ് ഉണ്ടാവുക. സിഗ്മ മാക്സ് ആൻഡ് സിഗ്മ മിനിമം ആർ ദ ഗിവൺ വാല്യൂസ്. Now with that you can find the sigma mean value, sigma a value അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് സ്ട്രെസ് വാല്യൂ. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ആ ടോപ്പിക് എടുക്കുന്ന സമയത്ത് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഇക്വേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞത്. ഓക്കെ, സോ വൺസ് യു ഗെറ്റ് ദി സിഗ്മ മീൻ ആൻഡ് സിഗ്മ ആംപ്ലിറ്റ്യൂഡ് വാല്യൂ, അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെങ്ത്തും എൻഡ്യൂറൻസ് സ്ട്രെങ്ത്തും ക്വസ്റ്റിന് തന്നിട്ടുണ്ടാവും. ഡയറക്ട്ലി യു ക്യാൻ ഫൈൻഡ് ദ ഡയമെൻഷൻ. എന്തെങ്കിലും ഒരു മിസ്സിംഗ് വാല്യൂ ഉണ്ടാവും, യു ക്യാൻ ഫൈൻഡ് ദ മിസ്സിംഗ് വാല്യൂ ഡിപെൻഡിംഗ് അപ്പോൺ ദ കേസ്. ഓക്കെ, ചിലപ്പോൾ ഡയമെൻഷൻ ആയിരിക്കും, ഡയമെൻഷൻ ആണെങ്കിൽ ഡയറക്റ്റ് ഇക്വേഷൻ വെച്ച് സോൾവ് ചെയ്യാം, യു വിൽ ഗെറ്റ് ദ വാല്യൂ. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, സോ ഓൾമോസ്റ്റ് ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. നെക്സ്റ്റ് ഡേ എന്തായാലും അതൊന്നുകൂടെ പറയാം, അടുത്ത ഗർഭ പാരബോള പറയുമ്പോൾ ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇത് ക്ലിയർ ആവുന്നത് നമുക്ക് പ്രോബ്ലം ചെയ്ത് കഴിയുമ്പോഴാണ് ഈ കൺസെപ്റ്റ് മൊത്തത്തിലൊന്ന് ക്ലിയർ ആവുക. ഇപ്പൊ ഒരു ചെറിയൊരു ഒരു 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 മേഘപടലം പോലെ അവിടെ ഉണ്ടാവും, അതെനിക്ക് ഉറപ്പാണ്. പക്ഷെ അത് നമുക്ക് ആ പ്രോബ്ലം കഴിയുമ്പോഴേക്ക് ക്ലിയർ ആവും. ഓക്കെ ഓക്കെ, ഓൾമോസ്റ്റ് നമ്മുടെ ടൈം ആയി.